ഹലോ ഫ്രണ്ട്സ്, ഇത് കാണുമ്പോൾ ഒരു ഇത്തിരി കുഞ്ഞൻ റോഡാണ്. പക്ഷേ ഈ റോഡിൻ്റെ പേരാണ് എടപ്പള്ളി ചമ്പോക്കടവ് റോഡ്. ഇത് നാഷണൽ ഹൈവേക്കാളും തിരക്കേറിയൊരു റോഡാണ്. കാരണം ഈ റോഡ് പല മെയിൻ പ്രൊജക്റ്റുകളുമായി സ്ഥാപനങ്ങളുമായി യോജിപ്പിക്കുന്ന ഒരു റോഡാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമേറിയ ഒരു റോഡാണ്. ഇപ്പോൾ ഇതിൻ്റെ ശോചനീയാവസ്ഥ കാരണം ആളുകളെല്ലാം ഇതിലുള്ള യാത്ര കുറേയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുമുണ്ടായിരുന്നു. കാരണം ഇവിടെ കുടിവെള്ളത്തിൻ്റെ പൈപ്പ് വർക്ക് നടന്നു. അപ്പോൾ അത് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ മഴ ആരംഭിച്ചു. മഴ വന്നപ്പോൾ പിന്നെ റോഡ് പണിയെല്ലാം പെൻഡിങ്ങിലായിപ്പോയി. ഇപ്പോൾ മഴ ഒന്ന് വിട്ടു നിന്നപ്പോൾ വീണ്ടും നമ്മുടെ റോഡ് പണിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ടൈൽ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കളമശ്ശേരിയിൽ നിന്ന് ഷോർട്ട് കട്ടായി കയറി വരുമ്പോൾ നമുക്ക് ഒരു പാലത്തിൻ്റെ അടിയിലൂടെ ഒരു തുരങ്കം ഉള്ളൊരു റോഡുണ്ട്. റെയിൽവേ പാലത്തിൻ്റെ അടിയിലൂടെ ആ തുരങ്കം വഴി വന്ന് നമ്മൾ സുബ്രഹ്മണ്യ ക്ഷേത്രം വഴി വന്ന് റൈറ്റിലോട്ട് കയറുമ്പോൾ ഒരു ചെറിയ റോഡാണ് ചമ്പോക്കടവ് റോഡ്. നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിനീത തിയേറ്ററിലോട്ട് പോകാം. എടപ്പള്ളി ടോളിലോട്ട് കയറി ചെല്ലാം. ഈ റൈറ്റിലോട്ട് കയറി വരുന്നതാണ് നമ്മുടെ എടപ്പള്ളി ചമ്പോക്കടവ് റോഡ്. ഈ റോഡിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമ്മുടെ നാഷണൽ ഹൈവേയിലോട്ട് കയറാം. ഇതിലെ തന്നെ നമുക്ക് ചാവക്കാട് ഗുരുവായൂർ റൂട്ടിലോട്ട് കയറാം. അതുകൊണ്ട് തന്നെ വളരെ തിരക്കേറിയ റോഡാണ്. ഒരു 10 വർഷം മുമ്പ് വരെ ഇവിടെ ഒരു ചെറിയ നടപ്പാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വളരെ ശാന്തമായ ഒരു ഏരിയ ആയിരുന്നു. ഞങ്ങളുടെ ഒരു ഏരിയയാണ്. നമുക്കറിയാവുന്ന ആളുകൾ മാത്രമേ ഇതിലേ വരികയായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇത് വളരെ തിരക്കേറി ട്രാഫിക് ബ്ലോക്കോട് കൂടിയ എടപ്പള്ളി നാഷണൽ ഹൈവേനേക്കാളും തിരക്കാണ് ഈ റോഡിലൂടെ. ഇപ്പോൾ നമ്മൾ പണിയെല്ലാം തുടങ്ങി പകുതി പണിയിലേട്ടായിട്ടുണ്ട്. ഇപ്പോൾ മറ്റുള്ളവർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ എപ്പോഴും ഷോർട്ട് കട്ട് തേടി പോകുന്നവരാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു റോഡാണ്. ഈ ഷോർട്ട് കട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഈ പാലം വഴി നമുക്ക് ഹൈവേയിലോട്ട് എത്താം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ യാത്ര നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. വരാപ്പുഴയിൽ നിന്നും വരുന്നവർക്ക് സുഖമായിട്ട് ഇതിലേക്ക് കയറി വിനീത തിയേറ്ററിലോട്ടുള്ള വഴിയിലേക്കും എടപ്പള്ളി ടോൾ ജംഗ്ഷനിലേക്ക് കളമശ്ശേരിയിലോട്ട് പോവുകയും ചെയ്യാം. കളമശ്ശേരിയിൽ നിന്ന് വരുന്നവർക്ക് സുഖമായി നമ്മുടെ നാഷണൽ ഹൈവേയിലോട്ട് കയറി ചെല്ലാം. ഈ റോഡാണ് ഞാൻ പറഞ്ഞത്. പണ്ട് ഇതൊരു 10 വർഷം മുമ്പ് ഈ പാലം ഒരു ചെറിയ കൈവരി പാലമായിരുന്നു. നടപ്പാലം മാത്രമായിരുന്നു. സ്റ്റെപ്പുകളുള്ള നല്ല ഭംഗിയുള്ള ഒരു പാലം, നടന്നു പോകാവുന്ന പാലമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ വീതിയെല്ലാം മാറ്റി ഗതാഗത യോഗ്യമാക്കി. 10 വർഷത്തിന് മുൻപ് തന്നെ തുടങ്ങിയതാണ്. ഈ അണ്ടർപാസിലൂടെ കയറി നമുക്ക് അപ്പുറത്തോട്ട് എളമക്കര വഴി പോകാം, അല്ലമിലോട്ട് പോകാം. ആ പാലത്തിൻ്റെ മുകളിലോട്ട് നടന്ന് കയറാവുന്നതാണ്.
ഇനി ഈ സൈഡ് റോഡാണ്. ഇപ്പോൾ ഈ ഭാഗമെല്ലാം വളരെ മാറിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഹോട്ടലുകളും കാണാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഹൈവേയിലോട്ട് കയറുന്നത് കൊണ്ട് നമുക്ക് അധികം ട്രാഫിക് ഇല്ലാതെ തന്നെ ഇതിലേ പോകാവുന്നതാണ്. ഈ റൈറ്റിലോട്ട് കയറിയാൽ നമുക്ക് ഗുരുവായൂർ റൂട്ടിലോട്ട് കയറി പോകാം. നേരെ പോകുമ്പോൾ എറണാകുളം ചേർത്തല സൈഡിലോട്ട് പോകാം. ഇവിടെ ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഫ്ലൈ ഓവറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലാണ് അൽ-അമീൻ സ്കൂള്. കളമശ്ശേരിയിൽ നിന്ന് നമ്മൾ നേരെ ബൈപ്പാസിലോട്ട് കയറി വരികയാണെങ്കിൽ ഒരുപാട് ബ്ലോക്ക് ഉണ്ടാകും. ഇതിലാകുമ്പോൾ അധികം ബ്ലോക്ക് കുറവായിരിക്കും. പിന്നെ പെട്ടെന്ന് എത്താവുന്ന ഇതാണ് നമ്മുടെ ലുലു മോള്. ലുലു മോള് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മളിപ്പോൾ സിഗ്നലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചമ്പക്കടവ് പാലത്തിൻ്റെ ആ വഴിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. സൈഡെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്, ഗതാഗത യോഗ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സിഗ്നലിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുണ്ടന്നൂർ സൈഡിലോട്ട് പോകാം. ഈ സൈഡ് സർവീസ് റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ ഒബ്രോ മാളിലോട്ട് പോകാം. ഈ റൈറ്റിലോട്ട് കയറി ചെന്നാൽ നമുക്ക് സുഖമായി എറണാകുളം റൂട്ടിലോട്ട് കയറി പോകാം. കലൂർ സൈഡിലോട്ടുള്ള വഴിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.